ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടൊരു കാര്യമാണ് കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ ക്രോഷ്യ പഠിപ്പിക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഫ്രീ ആയിട്ടാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്നും വേണ്ട, നിങ്ങൾ വെറുതെ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മാത്രം ചെയ്താൽ മതി. കമൻറ്റ് വേണമെങ്കിൽ കമൻറ്റ് കിട്ടും. കമൻറ്റ് ഇട്ടിട്ട് ഈ ഒരു മാസത്തെ മെയിൻ കമൻറ്റ് ടോപ്പർ ആരാണോ അവർക്ക് ഞാൻ ക്രോഷ്യൻ്റെ കുറച്ച് കളേഴ്സ് തരുന്നതായിരിക്കും. ക്രോഷ്യൻ്റെ പഠിക്കാനുള്ളൊരു ടൂള് തരുന്നതായിരിക്കും, ഗിവ് ആയിട്ട് തരുന്നതായിരിക്കും കേട്ടോ. വെറുതെ ഒരു ഗിവ് അവേ ആയിട്ട്. ബട്ട് എനിക്ക് ഗിവ് അവേ തരാനായിട്ട് എനിക്കൊന്നും ആയിട്ടില്ല. ആകെ ആയത് 5 സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ ഫസ്റ്റ് ഇതാണ്. ഇപ്പം ഞാനൊരു പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ വെറുതെ ഒക്ടോബസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും എനിക്ക് പകുതി ഒന്നും അത് ശരിയായിട്ടില്ല. ഞാൻ അത് പോക്കി. പിന്നെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ക്രോഷ്യ പഠിപ്പിക്കാനാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടൊരു ബുക്ക് എടുക്കുകയാണ്. ഈ ബുക്ക് നിങ്ങൾക്ക് ഒരു ഉപകാരപ്പെടുന്നൊരു സാധനമാണ്. അപ്പം ഈ ബുക്കിൽ ഇത് ജള്ള് ചെയ്തിട്ട് മതിയാക്കിയ ഒരു ബുക്കാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ബുക്കിനെ എടുത്തത്. എന്നിട്ട് ഇതിനെ എടുത്ത് നിങ്ങൾ ഏതെങ്കിലും പെന്നോ പെൻസ് അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് എന്ത് ചെയ്യുക, അവിടെ ക്രോഷ്യ എന്ന് എഴുതി വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ വെറുതെ ഒരു ഇതായിട്ട് എഴുതുകയാണ് കേട്ടോ. ക്രോഷ്യ എന്ന് എഴുതി വയ്ക്കാം. എനിക്ക് ക്രോഷ്യ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇന്നത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് തേർഡ്, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് എത്ര ഉണ്ടോ എനിക്ക് ഓർമ്മയില്ല. ബട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എഴുതേണ്ടത് ഫൗണ്ടേഷൻ സ്റ്റിച്ച്. സ്റ്റിച്ച് എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എഴുതുന്നത് സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് എഴുതുന്നത് ഹാഫ് ഡബിൾ ക്രോഷ്യറ്റ്. നെക്സ്റ്റ് എഴുതുന്നത് ഡബിൾ ക്രോഷ്യറ്റ്. ദെൻ നെക്സ്റ്റ് എഴുതുന്നത് ട്രിപ്പിൾ ക്രോഷ്യറ്റ്. ഇതൊക്കെയാണ് ഫൗണ്ടേഷൻ സ്റ്റിച്ച്, സിംഗിൾ ക്രോഷ്യ, ഹാഫ് ഡബിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യ ആൻഡ് ട്രിപ്പിൾ ക്രോഷ്യ. പക്ഷേ ഇതിൻ്റെ സ്പെല്ലിംഗ് കുറച്ച് തെറ്റുണ്ടാവും കേട്ടോ, സോറി. ദെൻ ഇത് 5 നമ്മുടെ ബേസിക് ആയിട്ടുള്ള തിങ്സ്. നിങ്ങൾക്ക് എല്ലാ ദിവസവും ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ് എന്നിട്ട് ഞാൻ ഓരോ ദിവസം എടുക്കും. ഫസ്റ്റ് ഇന്ന് ഞാൻ എടുക്കാൻ വന്നത് അങ്ങനെ 5 days ആയിരിക്കും ഉണ്ടാവുക. ദെൻ 6th ഒന്നും കൂടി ഉണ്ട്, പക്ഷെ അതാണ് ഏറ്റവും ടഫ്. ഞാൻ പറഞ്ഞാൽ അതിൻ്റെ പേരാണ് മാജിക് ബ്രെയിൻ. ഓക്കെ, അപ്പം ഇത്രയാണ് ഇപ്പോൾ വേണ്ടത് ഓപ്ഷൻ കേട്ടോ. അതിൻ്റെ ഓരോ ദിവസം ഞാൻ ഓരോന്ന് എടുക്കാം. നിങ്ങൾക്ക് 6 days ആയിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ 6 days ആയിരിക്കും ഉണ്ടാവുക. ഞാൻ ഓരോ ദിവസം ഫൗണ്ടേഷൻ സ്റ്റിച്ച്, സിംഗിൾ ക്രോഷ്യ അങ്ങനെ. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്ന ഫൗണ്ടേഷൻ സ്റ്റിച്ച് ദ ഫസ്റ്റ് ഡേ. ദിസ് ഇസ് സെക്കൻഡ് ഡേ, തേർഡ് ഡേ, ഫോർത്ത് ഡേ, ഫിഫ്ത്ത് ഡേ ആൻഡ് 6th ഡേ. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾ 6th ഡേയിൽ ഞാൻ ഇടുമല്ലോ. ആ 6th ഡേയിൽ ഇടുന്ന വീഡിയോൻ്റെ കമൻറ്റിൽ നിങ്ങൾ അടുത്ത് ഞാൻ എന്തുണ്ടാക്കണം എന്ന് പറയണം. എന്തെങ്കിലും ഒരു സിമ്പിൾ നിങ്ങൾക്ക് ഫസ്റ്റ് കാണിച്ചു തരാനാണ് ഞാൻ പറയുന്നത്. ഒരു ഇതാക്കണം. അപ്പോൾ ഫസ്റ്റ് ആരാണോ കമൻ്റ് ഇടുന്നത് ഒരു തിങ് എന്നൊരു ഇത് കമൻ്റ് ഇടുന്നത് അവരെ വിചാരിച്ചിട്ടായിരിക്കും ഞാൻ
സെവൻത്ത് ഡേയിൽ ഓരോന്ന് ചെയ്ത് തരാം. എനിക്ക് പറ്റുന്ന പോലെ ചെയ്യാൻ പറ്റും. എൻ്റെ അടുത്തുള്ള കളേഴ്സ് വെച്ച് ഞാൻ ചെയ്യും. നിങ്ങൾക്ക് എന്താണോ വേണം അത് പറയാം. പക്ഷേ ഞാൻ പറയാണ്, വലിയ പ്രൊജക്റ്റൊന്നും തരില്ല. നിങ്ങളെപ്പോലെ ഞാനും ഒരു ബേസിക് ബിഗിനറാണ്. എനിക്കും വലിയ പ്രൊജക്റ്റൊന്നും ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്ക് അത്ര യാൻസ് ഇല്ല. യാൻസ് വാങ്ങിക്കണമെങ്കിൽ ഞാൻ വേറൊരു സ്ഥലത്ത് പോകണം. വേറെ സ്ഥലത്ത് ഞാൻ പോകും. അതെനിക്കിപ്പം അറിയില്ല. അപ്പം ഇത് വേണം. അപ്പം ഇത്രയും തിങ്സാണ് നമുക്ക് ഫസ്റ്റ്. അപ്പം ഇന്ന് ഫൗണ്ടേഷൻ സ്റ്റിച്ചാണ് പഠിപ്പിക്കാൻ പോകുന്നത് കേട്ടോ. ഫൗണ്ടേഷൻ സ്റ്റിച്ചാണ് ഞാനിപ്പോൾ പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, ഞാൻ എൻ്റെ അടുത്ത് കുറേ തിങ്സ് എഴുതിയിട്ടില്ലേ. അപ്പോൾ ഇതാണ് ഞാനിപ്പോഴത്തെയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ തിങ്സ്, ഈ ബുക്കിൽ കുറേ തിങ്സ് എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ. കുറേ തിങ്സ് എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ. ഈ തിങ്സൊക്കെ ഞാൻ ഒരു കാര്യം പറയണ്ടേ. ഈ തിങ്സ് ഇതുണ്ടോ, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അടുത്ത് ഫൗണ്ടേഷൻ സ്റ്റിച്ച്. ഈ ഫൗണ്ടേഷൻ സ്റ്റിച്ചിൻ്റെ കൂടെ നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടണം. സ്ലിപ്പ് നോട്ട് ഇടണം. സ്ലിപ്പ് സ്റ്റിച്ചല്ല, മാറിപ്പോയി, സ്ലിപ്പ് നോട്ട് ഇടണം. പക്ഷെ അത് ഞാൻ എൻ്റെ അടുത്ത് എഴുതിയിട്ടില്ല. അത് ഞാൻ എല്ലാ ദിവസവും ഓരോന്നൊക്കെ പഠിപ്പിച്ചിട്ടും. ഓക്കെ, അപ്പം ഞാൻ കാണിച്ചു തരാം. എൻ്റെ അടുത്ത് ഞാൻ എടുക്കാം. 4 ഫിംഗേഴ്സ് എടുക്കുക. ഈ 4 ഫിംഗേഴ്സിൻ്റെ ഉള്ളിൽ ഇതാ ഇവിടെ ഇങ്ങനെ പിടിക്കാം. ഞാൻ ഈ 2 ഇത് ഇവിടെ പിടിച്ചിട്ട് ഇത് ഇങ്ങനെ മടക്കാം. എന്നിട്ട് ഇങ്ങനെ പിടിക്കാം. എന്നിട്ട് ഇത് ഇങ്ങനെ 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 ചെയ്യാം. ഇത് ഇങ്ങനെ വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെയുള്ള ഈ ഒരു ഉള്ളിലുള്ള ഈ ഒരു സാധനം ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ടുള്ളത്, ഇത് മൂട് കാണിച്ചാലും ഇത് ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇത് ഇങ്ങനെ ആക്കിയിട്ട് ഇത്ര ആക്കിയിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ ഇതാ ഹുക്ക് എന്ന് പറയുന്ന സാധനം വരും. ഇത് വലുതല്ലേ, ഇതല്ലേ വലുത്. വലുതിൻ്റെ ഉള്ളിലേക്ക് ഇടാതെ, ചെറുതിൻ്റെ ഉള്ളിലേക്ക് ഇടാതെ ഒന്നുമല്ല ചെയ്യേണ്ടത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മളെ ഈ വലുതുണ്ട്, ഈ ഇത്ര പാട്ട് മാറ്റി വെച്ചിട്ട് ഈ വലുത് ഇവിടെ ഇങ്ങനെ വെക്കാം. എന്നിട്ട് ഈ ബാക്കിൽ ഈ ചെറിയ പാട്ടുണ്ടാവില്ലേ, ഇവിടെ വലുത് ഇങ്ങനെ വെച്ചിട്ട് ബാക്കിൽ ചെറിയ പാട്ടുണ്ടാവില്ലേ, അത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. അത് ഇങ്ങോട്ടേക്ക് വയ്ക്കാം. ഞാൻ പറഞ്ഞുതരാം ഒന്നുകൂടി. ഇതാണ് ഇപ്പോൾ ഇത്രയാണ് ഞാനിപ്പോൾ കാണിച്ചു എടുക്കുന്നത്. ഇതാണ് ഇതിൻ്റെ അറ്റം. ഇത്ര എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഇവിടെ പിടിക്കാം. എന്നിട്ട് ഇവിടെ പിടിച്ചിട്ടുണ്ടല്ലോ, ആ പിടിച്ച ഭാഗം ഇവിടെ വയ്ക്കാറ്. ആ പിടിച്ച ഭാഗത്തിൻ്റെ ഓപ്പോസിറ്റ് മീൻസ് ഈ വലുത് എന്ത് ചെയ്യുക, ഇവിടെ വയ്ക്കുക. എന്നിട്ട് ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് ഇത് ഇങ്ങോട്ടേക്കാക്കാം. ഇതിങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഇവിടത്തേക്ക് വെക്കാം. ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇതുണ്ടല്ലോ ഈ കുഞ്ഞ് ഇല്ലേ, ഇതിങ്ങനെയല്ലേ വെച്ചത് കുഞ്ഞു ഭാഗം. ആ കുഞ്ഞു ഭാഗത്തിൻ്റെ ഉള്ളിലേക്ക് ഇടാം. എന്നിട്ട് ഈ വലിയ ഭാഗത്തിനെ ഈ കുഞ്ഞു ഭാഗത്തിൻ്റെ ഉള്ളിലേക്ക് വലിക്കണം. ഓക്കെ, എന്താ ചെയ്യാൻ കഴിയാത്തതെന്ന് ഞാൻ പറഞ്ഞില്ല. അതൊന്നും നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഒരു ഹാൻഡ് എടുക്കാം. ഞാൻ വെച്ചാൽ എന്നിട്ട് നമ്മളിത് നിങ്ങൾക്ക് സിമ്പിൾ സാധനം കാണിച്ചാൽ ഇത് വെറുതെ ഇതേപോലെ ക്രോസ് ആക്കി വെക്കാം. ഇതുണ്ടോ, ക്രോസ് ആക്കി വെക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലിടാം. ഇടുന്നതിന് മുമ്പേ നമ്മൾ ഇതിൻ്റെ ഉള്ളിലിടാം. ഓക്കെ, ഇത് ക്രോസ് ആക്കി വെച്ചിട്ട് ഞാൻ പറയാം. ഇത് ക്രോസ് ആക്കി വെച്ചിട്ട് ഇതുണ്ടോ, ഇത് ക്രോസ് ആക്കി വെക്കാം. ഒന്നുകൂടെ കാണിച്ചാൽ ഇത് ക്രോസ് ആക്കി വെച്ചില്ല. നമ്മൾ ക്രോസ് ആക്കി വെച്ചതിന് ശേഷം ഒന്നുകൂടി കാണിച്ചാൽ ഇത് ക്രോസ് ആക്കി വെച്ചില്ലേ, ഈ വലിയ ഭാഗം ബാക്കിലും ഈ ചെറിയ മുമ്പിലാക്കിയിട്ട് വെക്കാം. എന്നിട്ട് ഈ വലിയ ഭാഗം മുമ്പിലൂട്ടെ ഈ ഹോളിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കാണിച്ചാൽ ഇങ്ങനെ ആക്കിയില്ലേ, ഈ വലിയ ഭാഗം ബാക്കിലൂട്ടിയും ചെറിയ ഭാഗം മുമ്പിലൂട്ടാണുള്ളത്. ഈ ഒരു വലുത് ഈ മുമ്പിലൂട്ടെ ഇതിൻ്റെ ഉള്ളിൽ ആക്കിയിട്ട് ഇതിങ്ങനെ എടുക്കാം. അന്നേരം ഇങ്ങനെയെല്ലാം അത് എന്നിട്ട് ഈ 2 സാധനം ഇല്ലേ, ഇത് രണ്ടും വലിക്കാം. എന്നിട്ട് ഇതിങ്ങനെ വലിച്ച് മുറുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഹോളിൻ്റെ ഉള്ളിൽ ഇതിടാം. എന്നിട്ട് ഈ ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് ഇങ്ങനെ വലിക്കണം. ഓക്കെ, ഇങ്ങനെ വലിക്കണം. എന്നിട്ട് ഫൗണ്ടേഷൻ സ്റ്റിച്ചിൽ നമ്മൾ പഠിക്കേണ്ടത്. അപ്പം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്തിട്ട് ഈ ഒരു ഇതിൽ
ഇങ്ങനെ ചെയ്യാം. ഓക്കെ അല്ലേ? കണ്ടോ? ഇങ്ങനെ ചെയ്തില്ലേ? ഒന്നും കൂടി കാണിക്കാം. ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ആക്കാം. ഒന്നുകൂടി കാണിച്ചാൽ ഈ ഹുക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. ഹുക്കിന് നമ്മൾ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി ഇങ്ങോട്ടേക്ക് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാം. ഒന്നുകൂടി ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഒന്നുകൂടി കാണിച്ചാൽ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ആക്കാം. അപ്പോൾ ഒന്നുകൂടി ഉണ്ട്. ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കാം. ഒന്നുകൂടി കാണിച്ചിട്ടാൽ ഇതിൽ ഇങ്ങോട്ടേക്കാക്കിയിട്ട് ഇങ്ങനെ ആക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇതുണ്ടോ? ഇങ്ങനെ ആയി വരും. അപ്പം ഇങ്ങനെ ചെയ്തോന്നോളും ഇത് ഇത്രയും ആയി വരും. ഓക്കെ, ഇത്രയും ആയി വരും. ഇനി നമുക്ക് അടുത്ത പാർട്ട് കാണാം. അതുവരെ ബൈ.